വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന റെയിൽവേ റിസർവേഷൻ കൗണ്ടർ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വടക്കഞ്ചേരി ടൗണിൽ നിന്നും പ്രതിഷേധ പ്രകടനമായി പ്രവർത്തകർ ബസ് സ്റ്റാൻഡിലെ റിസർവേഷൻ കൗണ്ടർ ഓഫീസിന് മുമ്പിലെത്തി. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം KPCC അംഗം പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഇന്ദിര പ്രിയദർശിനി ബസ് സ്റ്റാൻഡ് എന്ന പേരുള്ളത് കൊണ്ട് വർഷങ്ങളായി പെയിന്റ് അടിക്കാതെ ഈ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാതെ ഇവിടുത്തെ സമസ്ത സ്ഥാപനങ്ങളും പൊളിച്ചടുക്കുക അല്ലെങ്കിൽ അത് പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഭരണ സംവിധാനത്തിന് കൊടുത്ത CPM ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സ്ഥലം MLA ഉൾപ്പെടെയുള്ള MP ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ ഇന്ദിര പ്രിയദർശിനി എന്ന ഈ ബസ് സ്റ്റാൻഡ് കാലാകാലങ്ങളായി ശോചനീയാവസ്ഥയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമായി നേതൃത്വം കൊടുക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഈ വടക്കഞ്ചേരി പഞ്ചായത്ത് ഈ തൊട്ട അടുത്തുള്ള ഏതാനും 8-10 പഞ്ചായത്ത് ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ വടക്കഞ്ചേരി ഇന്ദിര പ്രിയദർശിനി ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ റിസർവേഷൻ കൗണ്ടർ തീർച്ചയായും ഇതിന്റെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നത് വടക്കഞ്ചേരി പഞ്ചായത്താണ്. ഇപ്പോൾ ഈ വടക്കഞ്ചേരി പഞ്ചായത്ത് CPM-ലുള്ള വിഭാഗീയത കൊണ്ടാണോ ഇത് അടച്ചുപൂട്ടിയെന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ പണിക്ക് കയറ്റിയിരുന്നത് DYFIയുടെയും SFIയുടെയും പ്രവർത്തകരെയും ഇവിടുത്തെ നേതാക്കളുടെ മക്കളെയുമാണ്. അവർക്ക് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഈ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ ഇത്തരമുള്ള നെറുകെട്ട പരിപാടികളുമായി മുന്നോട്ട് വരില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ദിലീപ് അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ ഡോക്ടർ അർസലൻ നിസാം, A അയ്യപ്പൻ, ഇല്യാസ് പടിഞ്ഞാറേക്കളം, ഉദയൻ കാവശ്ശേരി, സുദേവൻ കാരപ്പറ്റ, ഉദയകുമാർ പുതുക്കോട്, റിജി K മാത്യു, ബാബു മാധവൻ, N രവി, MS അബ്ദുൽ ഖുദ്ദൂസ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്.